ഹലോ ഹായ് ഇറ്റ്സ് മീ നാശി. അപ്പം നമ്മൾ ഒരു ഓണത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മടവൂരുള്ള എന്താ പറയുക ഒരു മടവൂർ പാലസ് ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള ഒരു പഴയ വീട്ടിലാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് കുറേ സ്ഥലത്ത് നിന്ന് പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. നമുക്ക് അവരൊന്ന് പോയി പരിചയപ്പെടാം. അവിടെ ഈ ഓണത്തിൻ്റെ സെലിബ്രേഷൻ വീഡിയോനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആദ്യം നമ്മൾ ചെല്ലുന്നത് നമ്മളെ മടവൂർക്കാരനായ എൻ്റെ കൂടെയുള്ള ഒരു ഷെരീഫ് എന്ന ആളെടുത്തേക്കാണ്. ആദ്യം ഇവിടെ നമുക്ക് ചോദിക്കാം. ഷെരീഫ് എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടി. അപ്പൊ ഇന്ന് ഓട്ടോസ് ഒന്നുമില്ല? ഇന്ന് ഓട്ടോസ് ഒന്നും ഓടില്ല. ഇന്ന് ഓണത്തിന്റെ പരിപാടി ആയതുകൊണ്ട് ഒക്കെ നിർത്തിച്ച് നമ്മളെ കൂടെ ഓണപ്പരിപാടി പൊളിച്ചടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാ. യാതൊരു സംശയമില്ല. ഓണം വർഷത്തിൽ ഒരിക്കുന്നതാണ് മാവേലി തമ്പുരാൻ നമ്മൾ സ്വീകരിക്കുന്നത്. മാവേലി കൊണ്ട് ഇവിടെ മാവേലി മാവേലി കാണാം, ബാക്കി പല സ്ഥലത്ത് വന്ന ആളുകളെ കാണല്ലേ. പോവുക. അപ്പൊ സംഗീത ഉത്സവമായിട്ടോ അവര് പറഞ്ഞോണ്ടില്ല. പൂവൊക്കെ ഉണ്ട്, അടിപൊളി വീടൊക്കെ അലങ്കരിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒക്കെ ഒരു ക്യാമറമാൻ ഉണ്ട്, നമുക്ക് മൂപ്പരെ പരിചയപ്പെടാം. ഉണ്ണി നീലഗിരിയാണ് പേര്. വാ, ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമറ ഉണ്ണി നീല. ഉണ്ണിയുടെ എന്തൊക്കെ വിശേഷം? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് അല്ലേ? മഴ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുമോ? ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിമിലൊക്കെ ഞങ്ങളെ കട്ടയിൽ കൂടെ ഉണ്ടായ ഒരാളാട്ടത്. അപ്പൊ ഒന്ന് ഞങ്ങൾ ഓണപ്പരിപാടി എടുക്കാൻ വേണ്ടി വന്നാ അല്ലേ. അപ്പൊ ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പോവല്ലേ. വാ, എവിടെ സ്ഥലം എവിടെയായിരുന്നു? പന്തരങ്കാവെന്ന് വന്നാട്ടോ. നമ്മളെ വീഡിയോയിൽ പങ്കുള്ള വേണ്ടിയത് മടവൂരേക്ക് ഇന്ന് ജോബിന് പോകുന്ന ആളല്ലേ, ജോലിക്ക് പോകുന്ന ആളാണ്. ഇന്ന് ജോലിയൊക്കെ നിർത്തി വെച്ച് നമ്മളെ കൂടെ വൈബിന് ഇറങ്ങി തിരിച്ചാണ്. അടുത്ത് നമ്മള് ഹൈദർക്ക ഈ ഓണം സെലിബ്രേഷനെ പറ്റി എന്താ പറയുന്നത്? ഓണം സെലിബ്രേഷൻ നമ്മള് കേരളത്തിലെ ജനങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ചെയ്യുന്ന ഒരു ആഘോഷമാണ്. അതിൽ എല്ലാവരും പങ്കുകൊള്ളുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ജാതി മത ഭേദമന്യേ ഇറങ്ങി തിരിച്ചല്ലേ, പൊളിച്ചെടുക്കണോ? തീർച്ചയായിട്ടും. റെഡി അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത അടുത്തേക്ക് പോകണേ. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇത് നമ്മള് മടവൂരുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് അല്ലേ. അത്യാവശ്യം ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നല്ലേ. ഷോർട്ട് ഫിലിം നാടകങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ വർക്കുകളൊക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ ഓണപ്പരിപാടിയിലേക്ക് ഇന്നത്തെ ഓട്ടൊക്കെ നിർത്തി വെച്ചാണ്, ഇതിന് ഇറങ്ങി തിരിച്ചാണ്. നമ്മൾ പൊളിക്കോ? എന്താ ഇവിടെ സ്ഥിരം ഈ ഷൂട്ടിംഗ് നടന്ന വീടാണത്? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാണെങ്കിൽ വരാൻ പറ്റിയ സ്ഥലം അല്ലേ. നല്ലൊരു ലൊക്കേഷൻ എടുത്ത് മടവൂരാണ് സ്ഥലം വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ആളെടുത്ത് പോവാണ്. പല പല ജില്ലയിൽ വന്നിട്ട് തിരുവനന്തപുരം മുതൽ നമ്മൾ കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ എല്ലാ സ്ഥലത്തും ഇവിടെ ആള് വന്നിട്ട്. അപ്പൊ നമ്മൾ ഒന്ന് പോവാണ്. ഓക്കെ. അപ്പൊ ഓണത്തിന്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞ പൂവാണല്ലോ. പൂവും പൂക്കളവും മാവേല്. അപ്പൊ ഇവിടത്തെ കുറച്ച് ചേച്ചിമാര് പൂക്കളും ഇടുന്നത്. നമ്മളൊന്ന് പോയി നോക്കാം. വാ ചേച്ചി, എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയാണ് സാറല്ലേ? എവിടുന്നാ വരുന്നത്? അപ്പൊ ഇന്ന് ഈ ഓണത്തിന്റെ ഈ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. ജോലിയൊക്കെ ഉണ്ടാക്കി മാറ്റിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാണല്ലേ. എന്തൊക്കെ പരിപാടി ഇവിടെ നടക്കുന്നത്? ഇവിടെ ഓണപ്പൂക്കളം, തിരുവാതിരക്കളി, കമ്പവലി, ഓണസദ്യ അല്ലേ? ഓണസദ്യ. മാവേലില്ല ഇവിടെ? ഉണ്ടല്ലോ. മാവേലില്ല. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇത് എവിടുന്ന വരുന്നത്? ചാലക്കുടിക്കാരി, നമ്മളെ കലാപരിമണിന്റെ നാട്ടുകാരില്ല അല്ലേ. നാടൻപാട്ട് പാടാൻ അറിയോ? അറിയില്ല, പേരുദോഷം കേൾപ്പിച്ചില്ലേ. ഓക്കെ. പിന്നെ എന്താ ചെയ്യുന്നത്? അതിപ്പോഴല്ലേ മൊത്തത്തിൽ എന്താ ചെയ്യുന്നത്? മൊത്തത്തിൽ ഇവിടെ ഓണത്തിന്റെ വൈബല്ലേ, അടിപൊളി സദ്യ. എന്താണ്, ആക്ടറാണോ? ഫിലിം ആക്ടർ. ഷോർട്ട് ഫിലിം, മൂവിയിലൊക്കെ എത്ര മൂവിയിൽ അഭിനയിച്ച്? ഒരു 40ഓളം മൂവിയിൽ അഭിനയിച്ചില്ലേ. വലിയ കാര്യം തന്നെ. സ്ഥലം ചാലക്കുടി. ഫാമിലി ഉണ്ടോ കൂടെ? വന്നിട്ടുണ്ട്. ഓക്കെ. ചേച്ചിയുടെ സ്ഥലം? പന്നിയങ്കര, കോഴിക്കോട് ജില്ല തന്നെ. എന്താ ചെയ്യുന്നത്? ടീച്ചറാണ്. ടീച്ചർമാരൊക്കെ ഇറങ്ങി തിരിച്ചു കിട്ടുമെന്ന് സംഗതി എന്നാ പൊളിക്കൂ. കൂടെ തന്നെ തീരുമാനിച്ച് ടീച്ചർ കൂടെ ഫാമിലി വന്നിക്കോ? ഫ്രണ്ട്സ് ഉണ്ട്. തിരുവാതിരക്കളിയൊക്കെ ഉണ്ട്. കഴിഞ്ഞോ? സദ്യ ഉണ്ടോ? സദ്യ കിട്ടിയോ? കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ. ഓക്കെ. ഇത് എവിടാ വരുന്നത്? നരിക്കുനി. എന്താ ചെയ്യുന്നത്? എവിടാ? താമരശ്ശേരി ജ്വല്ലറിന്റെ പേര് പറ. പരസ്യം. ആളെ പേര് ശാലിന. ജ്വല്ലറിന്റെ പേര് ദിയാ ഗോൾഡ്. നമ്മളെ താമരശ്ശേരിയിലെ ദിയാ ഗോൾഡിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് ഗേൾ ആണ് അല്ലേ. ആ സ്കീം കാണാം. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ സ്വർണ്ണൊക്കെ വേണ്ടിയിട്ടുണ്ടോ? അവിടെ പോലെ സ്കീം കിട്ടൂലേ? കൊടുക്കൂലേ? ഓക്കെ. എന്തെങ്കിലും കൊടുക്കും, ചാക്കിലൊക്കെ കൊടുക്കട്ടോ. നമ്മൾ അടുത്ത ആളുകൾ പോകാം. ഇതാ ഏട്ടന്റെ പേരെന്താ? എന്റെ പേര് അനു. എവിടുന്ന വരുന്നത്? കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര. എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ് നടത്തുകയാണ്. ഗൾഫിൽ കൂടിയാണ്. ഓക്കെ. അപ്പൊ ഈ ഓണത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് പേരാമ്പ്രന്ന്. പ്രോഗ്രാമിന് വേണ്ടി മഴ പ്രശ്നമാക്കോ? ഇപ്പം കുറച്ച് കുറവുണ്ട്. നല്ല പ്രശ്നമല്ല. നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ, അപ്പൊ അത് പ്രശ്നമല്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത പോലെ എന്താ പേര്? റയാൻ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഒരു കുട്ടി എന്താ പറയാ ഓണം ആഘോഷിക്കാൻ റെഡിക്ക് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു അല്ലേ. എന്താ പേര്? റയാൻ. എവിടെ സ്ഥലം? നരിക്കുനി. എവിടെ പഠിക്കുന്നത്? എന്താ ആലോചിക്കുന്നത്? ഓർമ്മല്ലേ? സ്കൂളിന്റെ പേരെന്താ? ഓ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ.
CBSE സ്കൂളല്ലേ? ഓക്കെ. അപ്പൊ ഓണം ആഘോഷിക്കാൻ വന്നാണോ? കൂടെ ആരൊക്കെ ഉള്ളത്? അമ്മ, പിന്നെ ഏട്ടൻ, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറയൂലേ നമ്മളെ ഓണപരിപാടി കാണുന്നുള്ളത് അല്ലേ? ഓണം ഉഷാറല്ലേ? സ്കൂൾ ഓണപരിപാടി ഒക്കെ എന്നാ അറിയോ? ദിവസം തീരുമാനിച്ചോ? ഉണ്ടാവില്ലേ? ഉണ്ടാവാറില്ലേ? അപ്പൊ നമ്മളിതാ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ എടുത്താൽ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇവരോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചു അല്ലേ? എന്താ മോളെ പേര്? മോളെ പേര് പരിചയപ്പെട്ടല്ലേ? നമുക്ക് പാട്ടാണ് അറിയോ? ഉണ്ടല്ലേ? ഒരു പാട്ട് പാടാം നമ്മള്. ചെറിയ രണ്ടുപേരും പാട്ട്. കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം ഒന്ന് കൈ കൊട്ടി മുട്ടി കൊടുക്കേ ചെല്ലേ. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂപ്പോലെ നീ. അടിപൊളിയായി കേട്ടോ, അടിപൊളി. നമ്മൾ എത്രയാ പഠിക്കുന്നേ? UKG. UKG-ലാ? എന്നിട്ട് പാട്ടൊക്കെ പഠിച്ചോ? പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഡാൻസ് അറിയോ? നമ്മളെ കൂടെ ആരാ വന്നത്? അമ്മ, താത്തരു. നമുക്ക് പാട്ടോടെ അറിയോ? ഡാൻസ് അറിയോ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ ആണോ? എത്രയാ പഠിക്കുന്ന മോള്? 1ാം ക്ലാസ്സിലാ? ആരാ ഉള്ളത്? അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഓക്കെ. മോനെ സ്ഥലം എടാ? എത്രയാ പഠിക്കുന്നത്? 7. പാട്ടോടെ അറിയോ? ഡാൻസ് അറിയോ? ഒന്നും അറിയില്ല. ഏത് സ്കൂളാ? PC പാലസ്. അപ്പൊ നമുക്ക് അടുത്തടുത്തേക്ക് പോലെ വാ. അപ്പൊ നമ്മൾ പോണത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരാളും ഇവിടെ. വാ, 38 പേര് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചേക്ക്. വാ. ഹലോ, ഹായ്. തിരക്കിലാണോ? അല്ല. എവിടെ നിന്ന്? തിരുവനന്തപുരം അല്ലേ? പേര് രഞ്ജിനി. തിരുവനന്തപുരത്ത് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ മടവൂര് വന്നാട്ടെ നമ്മൾ ഓണം വീഡിയോ ചെയ്യാം അല്ലേ? അപ്പൊ എന്താ അതിനെ പറ്റി പറയാനുള്ളത്? വളരെ സന്തോഷം. ആദ്യം ഇത്രയും ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. മഴയാണെങ്കിൽ കൂടി അതെല്ലാം ഓവർകം ചെയ്തിട്ട് നന്നായിട്ടുണ്ട്. പ്രതീക്ഷിച്ച കാലം നല്ല വൈബ് ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ സ്പോർട്സിന്റെ കോച്ചാണ്. സ്പോർട്സിന്റെ കോച്ചാണ്. കേരള ടീമിന്റെ ഏത് ഐറ്റാണ്? ഞാൻ അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ ആണ്. ഇന്റർനാഷണൽ പോയിട്ടുണ്ട്. അപ്പൊ വലിയൊരു ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പറ്റില്ലേ? അടുത്ത വേൾഡ് കപ്പ് സെലക്ഷൻ ആയിട്ടുണ്ട്. ഫാമിലി ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, മോളുണ്ട്. ഹസ്ബൻഡ് എന്താ ജോലി ചെയ്യുന്നത്? ഹസ്ബൻഡ് ബിസിനസ് ആണ്. ഒക്കെ തിരുവനന്തപുരത്തുള്ള. അപ്പൊ സ്പോർട്സിന്റെ കേരള ടീമിന് എന്താ പറയാ ഒരു കോച്ചിനെ നമ്മൾ കിട്ടിയല്ലേ? നമ്മൾ കേരളക്കാരെ എന്താ പറയാ അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷം കൂടിയല്ലേ ഇത്? അപ്പൊ നമുക്ക് അടുത്ത പോലെ. അപ്പൊ ഓണൊക്കെ എന്തായാലും ഉഷാറായിരിക്കും അല്ലേ? ഓണസദ്യ കണ്ടോ? മാവേലിനെ കണ്ടോ? ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്തില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പോലെ. ഇനി നമ്മൾ അടുത്തേക്ക് കാണാൻ പോകുന്നത്. ചോദിച്ചോക്കല്ലേ എവിടുന്നാ വരുന്നത്? ചേച്ചി എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. എവിടെ സ്ഥലം? കോഴിക്കോട് പന്തിരങ്കാവ്. എന്താ ചെയ്യാൻ? ജോബ് കണ്ടോ? ഇല്ല, ആരെ ഫാമിലി ഉണ്ടോ? ഉണ്ട്. ഹസ്ബൻഡ് മോന് വന്നു. ഹസ്ബൻഡ് കൂടെ വന്നിട്ട് എന്താ ജോലി ഹസ്ബൻഡ്? ഹുണ്ടായിലാണ്. ചേച്ചി എന്തെങ്കിലും ഡാൻസ് പരമായി എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ? റീൽസ് ഒക്കെ ഇടുന്ന ആളാണോ? ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ തകർക്കല്ലേ? അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്താ എന്ന് പറയാമോ? അത് ഇൻസ്റ്റ വീഡിയോ കണ്ടിട്ട് വിളിച്ചത്. നസീം അല്ല, നംഷിദാണ് എന്റെ പേര്. ഞാൻ വിളിച്ചു, അങ്ങനെ വന്നതല്ലേ? വന്നപ്പോ എന്ത് തോന്നുന്നു ഇവിടെ ആളുകളെ കണ്ടപ്പോ? സന്തോഷം. ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത്. ഉഷാറല്ലേ? ഉഷാറാണ്. ഇത് ചേച്ചിന്റെ മോനാണോ? എന്താ പേര്? പേര് പറ. നിധിക്ക്. LKG പോലുണ്ടോ? നഴ്സറി പോലുണ്ടോ? പാട്ട് പാടാൻ അറിയോ? അംഗൻവാടി പോലുണ്ട്. പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ട് പാടാൻ നമുക്ക് വേണ്ടിട്ട്. ഒരു പാട്ട് പാടാം. ഇഷ്ടമുള്ള പാട്ട് പാടിയോ? കൂടെ വീട് കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. അപ്പൊ നമ്മളിനി അടുത്ത 2 ചേച്ചിമാരത്തേക്കാണ് വന്നത്. അപ്പൊ ഇവരോട് വിശേഷങ്ങൾ ചോദിക്കുക. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ കോഴിക്കോട് ചെറുവണ്ണൂര്. ചേച്ചി? ഞാൻ രാമനാട്ടുകര ചേലേമ്പ്ര. രണ്ടാളും ഒന്നിച്ചാണോ വന്നത്? ചേച്ചി അവർ 4 പേര് ഒന്നിച്ചാ വന്നല്ലേ? എല്ലാരും ഒരു അടുത്തടുത്ത ഫ്രണ്ട്സ് ആണോ? 10ാം ക്ലാസ് ഗ്രൂപ്പാണ്. ഏത് ബാച്ചാണ്? അപ്പൊ പ്രശ്നമൊന്നുമില്ല. വയസ്സ് പുറത്തറിയുന്നതന്നെ പറഞ്ഞു 9 വയസ്സ് ഞാൻ ചോദിച്ചില്ലല്ലോ. വയസ്സ് നിങ്ങളും പറഞ്ഞില്ലേ? ചിലർക്ക് വയസ്സ് മനസ്സിലാക്കി കാണുമായിരിക്കും അല്ലേ? എന്താ ചേച്ചിക്ക് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഡാൻസ്, പാട്ട് പാടാ? പാട്ട് പാടാ അറിയോ? പാടൂല. 2 പേരെ ഓണപ്പാട്ട് പാടി എനിക്ക് വേണ്ടിയത്. ഒന്ന് ചിലര് കൂടി അല്ലേ? 2 ഒരു പാട്ടാ. മൂളിപ്പാട്ടല്ല, ഓണപ്പാട്ട് തന്നെ. എന്താണ് തിരുവാതിര ഉണ്ടോ? തിരുവാതിര കഴിഞ്ഞു. ഓണസദ്യ ഒക്കെ ഉണ്ടാവും അല്ലേ? അല്ല, എല്ലാരും ഒരു അടുത്ത തന്നെയാണ് അല്ലെങ്കിൽ ഒന്നിച്ചാണ് വന്നത്? എങ്ങനെ വന്ന്? മഴ ഉണ്ടായിരുന്നോ?
നല്ല മഴയും എന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ഓണപരിപാടിക്ക് വന്നതില് എന്തായാലും മോശമായി പോയി തോന്നുന്നുണ്ടോ? ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലേ? അപ്പൊ ഇനിയും നമുക്ക് പരിപാടിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ? ഓക്കെ, ശരി. നമ്മളിപ്പോ പോകുന്നത് ഈ കൂടി തന്നെ ഓണമായാലും എന്താ പറയാ ആൽബം ആയാലും ഒക്കെ എല്ലാത്തിനും ഒരു പാട്ട് വേണ്ടേ അല്ലേ? ആ പാട്ട് എങ്ങനെയാണ് വരേണ്ടത്? അത് ആരെങ്കിലും ഒന്നെങ്കിലും എഴുതണം അല്ലേ? അതൊക്കെ പാട്ടൊക്കെ എഴുതാൻ അറിയുന്ന ഒരു കഴിവുള്ള ഒരാളിവിടെ ഉണ്ട്. നമ്മൾ അടുത്തേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെയ്യാം. ചേച്ചി അല്ലേ? ചേച്ചി അല്ലേ പേര്? സ്ഥലം എവിടെയായിരുന്നേ? ചേളന്നൂര്. കോഴിക്കോട് ജില്ലയിൽ ചേളന്നൂർ അല്ലേ? എഴുത്തുകാരിയാണ് അല്ലേ? ഇപ്പൊ 1-2 പാട്ടുകളൊക്കെ ഇറക്കി പുറത്തിട്ടുണ്ട്. 2 പുസ്തകം ഇറക്കി. പേരെന്താ? ആദ്യത്തെ പുസ്തകം കാവൽ വിളക്കുകൾ, രണ്ടാമത്തത് കനലായി. പിന്നെ യൂട്യൂബിൽ കുറച്ച് പാട്ടുകളുണ്ട്. ചെങ്ങന്നൂർ ശ്രീകുമാർ സാറ് പാടി. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. ടീച്ചറായിരുന്നു. ഡാൻസ് ടീച്ചറാണോ? ഡാൻസ് അല്ല, ഇംഗ്ലീഷ് അധ്യാപിക. ഏത് സ്കൂളാണ്? ഞാൻ പ്രൈവറ്റ് സെന്റർ. പാട്ട് പാടാൻ അറിയില്ലേ? പാട്ട് പാടാറുണ്ട്, കവിത ചൊല്ലാറുണ്ട്, കവിയരങ്ങിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാറുണ്ട്. നാടകത്തിൽ ഫിലിം ഒക്കെ എഴുതാറുണ്ട്. 2 വരി പാട്ട് നമുക്ക് വേണ്ടി മൂടാൻ പറ്റൂലേ? ഞാൻ എഴുതിയ പാട്ട്. എഴുതിയ പാട്ട് മതി. മുക്കുറ്റിപ്പൂവുകൾ നിറഞ്ഞൊരാ പാടത്തിൽ കൈകോർത്തു ഞങ്ങൾ നടന്നിരുന്നു. മുക്കുറ്റിപ്പൂവുകൾ നിറഞ്ഞൊരാ പാടത്തിൽ കൈകോർത്തു ഞങ്ങൾ നടന്നിരുന്നു. എൻ ബാല്യ കൗമാര കൗതുകത്തിൽ ഞാൻ, എൻ ബാല്യ കൗമാര കൗതുകത്തിൽ ഞാൻ ചേർത്തു വെച്ചൊരൻ പ്രിയ തോഴൻ, ചേർത്തു വെച്ചൊരൻ പ്രിയ തോഴൻ. ഇത് ചേച്ചി എഴുതിയ കവിതയാണോ? യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ ലിങ്ക് ഒക്കെ പറഞ്ഞെടുത്ത ആളുകൾ കണ്ടോളൂ കേട്ടോ. ഓക്കെ. ശ്രീജ ചളന്നൂരാണ്, എഴുത്തുകാരിയാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, യൂട്യൂബിൽ ആർട്ടിസ്റ്റാണ്, ഡാൻസ് ചെയ്യാറ് എല്ലാം ഉണ്ട്. സകലകല വല്ലഭി എന്നാണ് സിനിമയിലും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പുഴ മുതൽ പുഴ വരെ തന്നെ അലി അക്ബർ സാറിന്റെ സിനിമയിൽ പാട്ട് സീനില് നല്ലൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിനിമകളിൽ അല്ലാതെയും ചെറിയ ചെറിയ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. കലാകാരിയാണ്. കേരളം അറിയപ്പെടുന്ന ഒരു ഇന്ത്യ അറിയപ്പെടുന്ന വലിയ കലാകാരി. അപ്പൊ അടുത്തത് കസാലകളി കേട്ടോ. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ പോവാ. ആണുങ്ങളോ? നമുക്ക് ഓണസദ്യയായിട്ട് മാവേലിയുണ്ട്. അപ്പൊ 2 മാവേലി പോയി ഒന്ന് കാണല്ലേ? വാ. ഹലോ മാവേലി. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? നമസ്കാരം. എവിടെ സ്ഥലം വരുന്നത്? പാതാളത്തിൽ നിന്നല്ലേ വരുന്നത്? വരുന്ന വഴിയാണോ? വരുന്ന വഴിയായിരുന്നു. അതാണ് നമ്മള് നേരെ വഴി കാണാനല്ലേ? അതെ. ഇപ്പം ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കാൻ പോവാണല്ലോ, അതുകൊണ്ട് നേരത്തെ അങ്ങ് പോന്നതാ. മഴ തടസ്സമായിരുന്നോ? ചെറുതായിട്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പരിപാടിയൊക്കെ വൈബായിട്ട് പോയല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. ഓണൊക്കെ ഉഷാറ്. ഉഷാറാണ്. നിങ്ങളാണല്ലോ പറയേണ്ടത് ഓണം ഉഷാറാണെന്നുള്ളത്.
ഓണം പൊതുവെ ഉഷാറല്ലേ? അതെ അതെ അതെ. ഓണം ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അകത്തും ഒക്കെ എല്ലാവരും ആഘോഷിക്കുന്നല്ലേ? എനിക്ക് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ. അതാ വാമന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? വാമന്റെ അവസ്ഥ അയാൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഓണം ഉഷാറാണ്. ഓണ സദ്യ ഒക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ ഓണ സദ്യ കഴിക്കാൻ കൂടി വന്നതാണ്. ഓണസദ്യന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം. എന്നാലും ഓണം ഉഷാറല്ലേ? അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്കാണ് ഉഷാറാവേണ്ടത്. അപ്പൊ എല്ലാവരും നല്ലൊരു ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, മതി. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂള് അലിസാറുണ്ട്. വൈബാണ്. കുട്ടികൾ അവിടെ എന്തിനും പുള്ളിക്കാർ റെഡിയാണ്. അലിസാറും നമ്മളെ ഈ ഓണപ്പരിപാടിയിൽ എത്തിക്കുന്ന അലിസാർ എടുത്തേക്കാണ്. അലിസാറെ വിശേഷങ്ങളും എല്ലാം നമുക്കൊന്ന് അറിയാം. അലിസാറേ ഉഷാറല്ലേ? എങ്ങനെയുണ്ട് ഈ ഓണപ്പരിപാടിയൊക്കെ? ഓണപ്പരിപാടി പൊളിച്ചടക്കാണ്. നമ്മുടെ ഈ മഹാബലിയൊക്കെ ഉണ്ട്. എല്ലാവരും ടീമായിട്ട് ഓണസദ്യയും ഓണക്കളികളും കസേര കളികള് കമ്പവലി എന്ന് വേണ്ട പൊള്ളി നമ്മുടെ മലയാളികളുടെ ഒരു പൊന്നോണമാണ്. പൊളിച്ചടക്കാണ്. ഓണസദ്യ ഉണ്ട്. അടിപൊളി തന്നെ. പായസം ഉണ്ട്. എല്ലാം സെറ്റ്. പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി മൊത്തത്തിൽ നല്ല വൈബാണ്. പൊളിച്ചടക്കും. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കാൻ വന്ന ഒരു കൊച്ചു കലാകാരിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓളടുത്തേക്കാണ് പോണത്. ഓളെ കൊണ്ട് നമുക്ക് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കാം അല്ലേ? ഹായ്, അയ്യുണ്ടാ? എന്താ പേര്? നെയ്സ. നെയ്സ എവിടെ പഠിക്കുന്നത്? 2ൽ. ഏത് സ്കൂളാ? ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നാണോ? അല്ലേ? ഓണപ്പരിപാടിക്ക് വന്നല്ലേ? അല്ലേ? പിന്നെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട്? സാധനം കൊടുക്കാൻ വേണ്ടി വന്നാ? അപ്പൊ നമ്മൾ ഓണപ്പരിപാടിയിൽ ഇനി കൂടൂലേ? ഇനി അങ്ങോട്ട് പരിപാടിയെ കൂടൂലേ? പാട്ട് അറിയാലോ? ഇപ്പൊ 2 വരി പാട്ട് പാടണം. പാട് 2 വരി ഇഷ്ടമുള്ള പാട്ട് പാടിയത്. ഏതെങ്കിലും പാട്ട് പാടൂല? അറിയൂല? എന്നാ അടുത്ത പരിപാടിക്ക് ഞാൻ വരുമ്പോൾ പാട്ട് പഠിക്കണം. നല്ലൊരു പാട്ട് പാടിത്തരണം. അറിയോ? എന്നാ പാട്. ഓക്കെ, അടിപൊളി. എന്നാ കാണാം. ഞങ്ങളെ കൂടെ എല്ലാത്തിനും നാടകമായാലും പാട്ടായാലും റീൽസ് ആയാലും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടാകുന്ന ഒരാളുണ്ട്. നൗഫൽ ഖാനാണ്. പുള്ളിക്കാനടുത്തേക്ക് നമ്മൾ പോകണേ. നമ്മൾ ഈ പരിപാടിന്റെ മൊത്തം കൺട്രോൾ ചെയ്ത മൂപ്പറാണേ. അപ്പൊ നൗഫൽ ഖാൻ നമ്മൾ പോകണേ. നൗഫൽ ഖാൻ എന്താണ് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് ഓണപരിപാടി? ഓണപരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പരിപാടികൾ. നൗഫൽ ഖാന്റെ വിശേഷങ്ങളൊക്കെ പറയും. എന്തൊക്കെയാണ് പരിപാടി? എന്തൊക്കെ ചെയ്യല്? അല്ലേ? എനിക്കങ്ങനെ പ്രത്യേകമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ. നടനാണോ അല്ലെ നാടകം പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണോ നാടക സംവിധായകനാണോ എന്താണ് ശരിക്കും? പല സ്ഥലത്തും ഇങ്ങനെ കാണലുണ്ട്. സ്കൂളുകളിൽ നാടക പരിപാടി പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. മാവേലി സ്വന്തം ആളായിട്ടില്ലേ? മാവേലി നമ്മുടെ സ്വന്തമാണ്. നമ്മളെ കാണാൻ വേണ്ടി വന്നത്. മാവേലി കുറെ നേരം ഇതിലിങ്ങനെ തിരിഞ്ഞു കളിക്കുന്നു. മാവേലി പറയുന്നത് റോഡുകൾ കാണാനില്ല, മൊത്തം പാതാളാണ്. ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് നാടകത്തിന്റെ നൗഫൽ. അതേപോലെ തന്നെ കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ ഇവരെ ഇതാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയിട്ടുള്ളത്. ഇല്ല, ഒന്നും പറയില്ല. അതെ അതെ അതെ. ഞങ്ങള് ചങ്ക് ബ്രോ ആണ്. നമ്മളെ കൂടെ എല്ലാത്തിനും എല്ലാ പരിപാടിയും പരിപാടിയും ഇല്ല. പിന്നെ കാണാൻ പോലെ നമ്മള്. അതെ അതെ. ഓക്കെ, വരി വരി. എൻ്റെ പേര് ദിവ്യ. ഞാൻ മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നാണ് വരുന്നത്. ഫാഷൻ ഡിസൈനറാണ്. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഫാക്കൽറ്റി ആയിട്ട് കാലിക്കറ്റ് ചുങ്കത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത് നാഷി വഴിയാണ്. നാഷി എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാനൊരു ഫോട്ടോ, എൻ്റെ ഫ്രണ്ട് ഉള്ളേരിയാണ്. ആദ്യം
പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഓണം അടിച്ചു പൊളിക്കാൻ പോണല്ലേ? അപ്പൊ റെഡി 1 2 3